നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പിൻവലിക്കില്ല. ഇത് പിൻവലിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ തനിക്ക് ഉറപ്പ് നൽകിയെന്ന ജി. സുകുമാരൻ നായരുടെ വാദം സർക്കാർ വൃത്തങ്ങൾ തള്ളി. അഫിഡവിറ്റ് പിൻവലിക്കേണ്ടത് നിയമവകുപ്പും ദേവസ്വം ബോർഡും ചേർന്നാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്ന് അഫിഡവിറ്റ് പിൻവലിക്കണോ എന്നത് സംബന്ധിച്ച് നിയമവകുപ്പ് നടത്തിയ അന്വേഷണങ്ങൾക്ക് തൽക്കാലം നിലവിലെ സ്ഥിതി തുടരാനാണ് ലഭിച്ച മറുപടി. അതായത് ജി. സുകുമാരൻ നായരെ പിണറായി പറ്റിച്ചുവെന്ന് ചുരുക്കം. സർക്കാരിന് NSS പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി സർക്കാർ അത്തരം പുനർവിചിന്തന അങ്ങനെ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സത്യത്തിൽ സുകുമാരൻ നായർ തന്റെ സമുദായത്തിലെ അംഗങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത് എന്നാണ് വിമർശനം. വിവിധ പത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ശബരിമല വിഷയത്തിൽ മന്ത്രി വി.എൻ. വാസവൻ രഹസ്യമായി അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകി എന്നാണ്. അത് പിണറായി വിജയന്റെ അറിവോടെയാണ് എന്നാണ് സുകുമാരൻ നായർ വിശ്വസിക്കുന്നത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നാണ്. ആ കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയിൽ തന്റെ സബ്മിഷനിൽ പറഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ പരസ്യമായി എടുത്തതും സുപ്രീം കോടതിയിൽ വിവിധ രേഖകൾ വഴി സ്ഥാപിക്കപ്പെട്ടതുമായ തീരുമാനത്തിന് വിരുദ്ധമായി എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നത്? അതും വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളപ്പോൾ. വിഷയം സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ പിണറായി സർക്കാരിന് അഫിഡവിറ്റ് പിൻവലിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ശബരിമല നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് സെപ്റ്റംബർ 4-ാം തീയതി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് സുകുമാരൻ നായർ ഇല്ലാത്ത ഒരു ഉറപ്പുണ്ടെന്ന അസത്യം പ്രചരണമാണ് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ മന്ത്രി വാസവൻ ഇദ്ദേഹത്തെ പറ്റിച്ചതായിരിക്കാം. ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യുന്നതിനായി മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത് എന്നാണ് സർക്കാർ വാദിച്ചത്. അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ അതിന്റെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം രഹസ്യമായി എങ്ങനെയാണ് തീരുമാനിക്കുക? ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഉള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ പിൻവലിക്കുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചത്. ഇതിന് സർക്കാർ മറുപടി നൽകിയില്ല. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കും എന്ന NSS ജനറൽ സെക്രട്ടറിക്ക് വാദമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാത്തത് എന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. അഫിഡവിറ്റ് പിൻവലിച്ച ശേഷം പിന്തുണയ്ക്കാമെന്ന് സുകുമാരൻ നായർക്ക് തീരുമാനം എടുക്കുകയായിരുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന സത്യവാങ്മൂലം സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഇതിന് വിപരീതമായിട്ടാണ് ഇടതുമുന്നണി സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത്. എല്ലാ മതങ്ങളിലും സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത. പുരാതന കാലത്ത് വേരൂന്നിയ പാരമ്പര്യങ്ങളിൽ പലതും ലിംഗ സമത്വത്തിന് ആധുനിക നിലപാടുകളുമായി യോജിക്കുന്നതുമല്ല. ജനാധിപത്യ സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങൾ പോലും പിന്നീട് സ്ത്രീ വിരുദ്ധത എന്നത് കണ്ട് തിരുത്തപ്പെട്ടവയുമാണ്. ഇക്കാര്യത്തിൽ ഹിന്ദുമതം മാത്രമാണ് നന്നാക്കാൻ ഉള്ളത് എന്നാണ് CPM ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നത്. ഹിന്ദു സമൂഹത്തിൽ മാത്രം ഇങ്ങനെ ലിംഗസമത്വം മതി എന്നാണ് CPMന്റെ വാദം. മുസ്ലിം സ്ത്രീകളുടെ പണി പ്രവേശന വിഷയത്തിലോ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശ വിവാഹമോചന വിഷയത്തിലോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ ലിംഗസമത്വത്തിൽ നിലപാട് എടുത്തിട്ടില്ല. മുസ്ലിം ആചാരങ്ങൾക്കൊപ്പമാണ് CPMും സർക്കാരും നിലകൊണ്ടത്. മുസ്ലിം സ്ത്രീകൾക്ക് ഏതൊരു പള്ളിയിലും കയറാം എന്നൊരു കോടതി വിധി ഉണ്ടാവുകയും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം അതിനെ എതിർക്കാൻ തെരുവിലിറങ്ങുകയും ചെയ്താൽ ശബരിമല വിഷയത്തിൽ എന്നതുപോലെ പിണറായി സർക്കാർ നിലപാടെടുക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. CPMന്റെ ഫലസ്തീൻ തട്ടിപ്പ് മുസ്ലിങ്ങൾ പൊളിച്ചുവിട്ടതുപോലെ ശബരിമല തട്ടിപ്പ് ഹിന്ദുക്കളും പൊളിച്ചുവിട്ടു. അതിന്റെ മാനസിക ആഘാതമാണ് ഇപ്പോൾ കാണുന്നത്. സുകുമാരൻ നായരുടെ നിലപാടിൽ NSSൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട് എന്ന വാദവും പലപ്പോഴായി ഉയർന്നിട്ടുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ വിഭിന്നമായി തന്നെ പല കാര്യങ്ങൾ കേൾക്കുന്നുമുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഉത്തരമില്ല എന്ന് വേണം പറയാൻ. സത്യവാങ്മൂലത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ ഇതിൽ പ്രതീക്ഷ വേണ്ട. പിണറായി സർക്കാർ ഒരിക്കലും അതിന് തയ്യാറാവില്ല. ശബരിമല പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ ഭരണത്തിൽ കീഴിലായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. രാജസ്വരരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് പിണറായി സർക്കാരിന്റെ നിലപാടാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സങ്കല്പം
കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലും പിണറായി സർക്കാർ പരാജയപ്പെട്ടു. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള ഭക്തസമൂഹം അപ്പീൽ പോകുന്നതുകൊണ്ട് വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ ഒത്താശയോടെ രാത്രി ഇരുളിന്റെ മറവിൽ ക്ഷേത്രത്തിൽ യുവതികളെ കടത്തിക്കൊണ്ടുവന്നത് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന് ശിങ്കിടി പാടുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടായിരുന്നു. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചപ്പോൾ നടയടച്ച് ശുദ്ധക്രിയ നടത്തി ക്ഷേത്രത്തിന്റെ ആചാര പാരമ്പര്യം തന്ത്രി കണ്ഠരര് രാജീവർ പാലിച്ചു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ NSSഉം SNDPയും വിശ്വകർമ്മ സഭയും പുലേർ സഭ മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ അണിനിരുന്നപ്പോൾ അതിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈയെടുത്തതാണ് നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത്. കാസർഗോഡ് മുതൽ പാറശാല വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാനത്തിൽ കെട്ടിയെന്ന് മുഖ്യമന്ത്രി അഹംഭാവത്തിന്റെ ധാർഷ്ട്യം പ്രകടിപ്പിച്ചു. ഹിന്ദു സമൂഹത്തിന് ഇത്തരം ധാർഷ്ട്യങ്ങൾ പുത്തരിയല്ല. ഹിരണ്യകശിപുവും നരകാസുരനും എന്തിനേറെ രാവണൻ വരെയുള്ള ആസുര ജന്മങ്ങളുടെ ഇത്തരം ധാർഷ്ട്യ പ്രകടനങ്ങൾ ഹിന്ദു സമൂഹം പലതവണ കണ്ടതാണ്. അവിടെ ധർമാനുസൃതമായി ജീവിക്കാനും ഈശ്വരവചനം നടത്താനും ഈശ്വരോന്മൂലകമായി ജീവിക്കാനുമാണ് ഹിന്ദു സമൂഹത്തെ അതിന്റെ പുരാണങ്ങൾ പഠിപ്പിച്ചത്. ഒപ്പം ധർമ്മരക്ഷയ്ക്കായി പോരാടാനും താൻ പാതി ദൈവം പാതി എന്ന നിലപാട് എടുക്കാനുമുള്ള സദ്ബുദ്ധി ഈ സമൂഹത്തിന് നൽകിയത് കാലം തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ ആരും ഇനി കിടന്ന് വെപ്രാളം കൊള്ളണ്ട. ഇവിടെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തർ തന്നെയുണ്ട്. വനിതാ മതിൽ നിർമ്മിക്കാൻ സർക്കാർ 50 കോടി രൂപയാണ് നീക്കിവെച്ചത്. ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സർക്കാർ സത്യവാങ്മൂലത്തിനെതിരെ രംഗത്തെത്തി. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തി. ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക ചെലവഴിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി. ഹൈക്കോടതിയിൽ കേസ് വന്നതോടുകൂടിയാണ് സർക്കാർ കാലുമാറിയത്. വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് സർക്കാർ ചെലവിലാണെന്ന സത്യവാങ്മൂലം സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. സർക്കാരിന്റെ ഇമേജ് തകർന്നു. മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ഇത്തരം ഒരു സത്യവാങ്മൂലം കണ്ടിട്ടില്ലെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന് പ്രധാനം പ്രളയമാണോ വനിതാ മതിലാണോ എന്ന് കോടതി ചോദിച്ചു. വനിതാ മതിൽ സർക്കാരിനെ കളങ്കപ്പെടുത്തിയ എന്ന ചിന്തയാണ് CPM-കാർക്ക് പോലും ഉണ്ടായത് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും വനിതാ മതിലിന് പിന്നാലെ പോയ മുഖ്യമന്ത്രി പെട്ടിരിക്കുന്നു എന്ന് മാത്രം. നിയമവകുപ്പിന് പുറമെ ദേവസ്വം വകുപ്പും സർക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിക്കാൻ സാധിക്കുമോ എന്ന് സർക്കാരിനോട് തന്നെ ചോദിക്കുന്നു. എന്നാൽ ഇവർക്കും തൽക്കാലം അത്തരമൊരു തീരുമാനമില്ലെന്നാണ് മറുപടി ലഭിച്ചത്. സുകുമാരൻ നായർ തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെ ബലി കൊടുത്തുവെന്നാണ് സമുദായാംഗങ്ങൾ വിശ്വസിക്കുന്നത്.